പാലക്കാട്ട് യു.ഡി.എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുന്നേറ്റം 1400-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ വോട്ടെണ്ണലിന്റെ മൂന്നാം ഘട്ടം പിന്നിടുന്നത്. ആദ്യഘട്ടത്തിൽ പതിവ് പോലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന്റെ നഗരസഭാ മുന്നേറ്റത്തിന് മുന്നിൽ രാഹുൽ മാങ്കൂട്ടം ഒപ്പമെത്താൻ കിതച്ചെങ്കിലും പിന്നീട് ലീഡ് ഉയർത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. 2021-ൽ ഫോട്ടോ ഫിനിഷിലൂടെയായിരുന്നു മെട്രോമാൻ ഇ ശ്രീധരനെതിരെ ഷാഫി പറമ്പിലിന്റെ ഹാട്രിക് വിജയം. വോട്ടെണ്ണലിന്റെ 9ാം റൗണ്ടിൽ പോലും കഴിഞ്ഞ തവണ ഷാഫിക്കെതിരെ 946 വോട്ടിന്റെ ലീഡ് ഉയർത്താൻ ഇ ശ്രീധരന് കഴിഞ്ഞിരുന്നു. പക്ഷേ നഗരസഭാ പരിധിയിൽ നിന്ന് ഗ്രാമസഭാ പരിധിയിലേക്ക് വോട്ടെണ്ണൽ എത്തിയതോടെ ശ്രീധരന്റെ ലീഡ് കുത്തനെ താഴുകയായിരുന്നു. ഒടുവിൽ 3859 വോട്ടിന്റെ ലീഡിൽ ഷാഫി വിജയിച്ചു കയറുകയും ചെയ്തു. ഇത്തവണ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സ്ഥാനാർത്ഥിത്വം ഡോക്ടർ പി സരിൻ കോൺഗ്രസ് വിട്ട് എൽ.ഡി.എഫ് സ്ഥാനാർത്ഥിയായുള്ള മത്സരം, ബി.ജെ.പി സംസ്ഥാന സമിതി അംഗമായിരുന്ന സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനം, പാർട്ടിക്കുള്ളിലെ പടലപ്പിണക്കം എന്നിവയെല്ലാം കോൺഗ്രസിന് തലവേദന ആയിരുന്നുവെങ്കിൽ ഇതിനെ മറികടക്കുന്നതാണ് വോട്ടിംഗ് എന്നാണ് രാഹുലിന്റെ മുന്നേറ്റം നൽകുന്ന സൂചന. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ ലഡ്കി ബഹൻ തരംഗം. ബി.ജെ.പി, ഷിൻഡെ പക്ഷ ശിവസേന, അജിത് പവാർ പക്ഷ എൻ.സി.പി സഖ്യ മഹായുതി കുതിപ്പിൽ. 288-ൽ 217 സീറ്റിൽ മുന്നണി മുന്നിടുന്നു. 51 സീറ്റിലാണ് പ്രതിപക്ഷ സഖ്യമായ മഹാവികാസ് അഘാഡി ലീഡ് ചെയ്യുന്നത്. 2 സീറ്റിൽ സമാജ്വാദി പാർട്ടിയും 2 സീറ്റിൽ മജ്ലിസ് പാർട്ടിയും 1 സീറ്റിൽ സി.പി.എമ്മും മുന്നിലാണ്. പൃഥ്വിരാജ് ചവാൻ, വിജയ് വഡോഡിവാർ, ബാലാസാഹിബ് തോറാട്ട്, യശോമതി താക്കൂർ തുടങ്ങി കോൺഗ്രസിലെ പ്രമുഖർ പിന്നിലാണ്. മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ, ഉപമുഖ്യമന്ത്രിമാരായ ദേവേന്ദ്ര ഫട്നാവിസ്, അജിത് പവാർ മുന്നിൽ. പാവപ്പെട്ട സ്ത്രീകൾക്ക് പ്രതിമാസം 1500 രൂപ നൽകുന്നതാണ് ലഡ്കി ബഹൻ പദ്ധതി. മഹായുതി സർക്കാരിന്റെ അവസാന പ്രഖ്യാപനങ്ങളിൽ ഒന്നായിരുന്നു ഇത്. കഴിഞ്ഞ 3 മാസമായി പദ്ധതി നടപ്പിലാക്കിയിട്ട്. അധികാരത്തിൽ തിരിച്ചെത്തിയാൽ തുക 2200 ആക്കുമെന്ന് പ്രകടന പത്രികയിൽ വാഗ്ദാനം നൽകിയിരുന്നു.